ഇന്ന് ചില കൗതുകരമായ കാഴ്ചകളും വാക്കുകളുമാണ് നമുക്ക് കേൾക്കാനും കാണാനും സാധിച്ചിരിക്കുന്നത്. റിയാലിറ്റി ഷോയിലൂടെ സിനിമാ ലോകത്തേക്ക് എത്തിയ നടൻ വെങ്കടേഷ് പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ കൗതുകം സൃഷ്ടിച്ചു. പിന്നീടാണ് പ്രേക്ഷകർ അതൊന്നുകൂടി റീവിസിറ്റ് ചെയ്തത്. 2018 ആദ്യ ചിത്രത്തിൽ അഭിനയിച്ച വെങ്കടേഷ് മലയാളത്തിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ചെയ്തു. വെങ്കടേഷ് ഭാഗമായ ഏറ്റവും പുതിയ ചിത്രമാണ് കിങ്ഡം. വിജയ് ദേവരകൊണ്ട നായകനായെത്തിയ ചിത്രത്തിൽ വില്ലനായാണ് വെങ്കടേഷ് വേഷമിട്ടത്. വിജയ് ദേവരകൊണ്ടയ്ക്കൊപ്പം ആദ്യ അവസാനം കട്ടയ്ക്ക് പിടിച്ചു നിന്ന വെങ്കടേഷിനെ പ്രശംസിച്ച് നിരവധി ആളുകൾ രംഗത്തെത്തിയിരുന്നു. മുരുകൻ എന്ന കഥാപാത്രമായാണ് അതിഗംഭീര പ്രകടനമായിരുന്നു വെങ്കടേഷ് കാഴ്ചവെച്ചത്. ആദ്യ തെലുങ്ക് ചിത്രത്തിൽ തന്നെ ഇങ്ങനെയൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച വെങ്കടേഷിന് തെലുങ്കിൽ ഇനിയും അവസരങ്ങൾ വരുമെന്നുറപ്പാണ്. തന്നെ അത്ഭുതപ്പെടുത്തിയ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ വെങ്കടേഷ്. സെറ്റിൽ എല്ലായ്പ്പോഴും സംവിധായകനോട് സംശയം ചോദിക്കാൻ മടി കാണിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. അതിപ്പോൾ എന്തൊക്കെ കേൾക്കേണ്ടി വന്നാലും നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. എന്താണ് എടുക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. ആ സീനിന് മുമ്പ് കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നറിഞ്ഞാൽ മാത്രമേ അതിന്റെ തുടർച്ച നമുക്ക് കിട്ടുള്ളൂ. അത് കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഓരോ ഷോട്ടിലും ഏത് തരത്തിലുള്ള റിയാക്ഷൻ ഇടണമെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടുകയുള്ളൂ. അതിൽ എന്തൊക്കെ പുതുമ കൊണ്ടുവരാനാകും എന്നുകൂടി ചിന്തിക്കണം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കിളിച്ചുണ്ടൻ മാമ്പഴത്തിൽ ലാലേട്ടന്റെ പെർഫോമൻസ്. പുള്ളി ഒരു സീനിൽ പ്രേതത്തിനെ കണ്ട് പേടിക്കുന്നുണ്ട്. സാധാരണയായി നമ്മൾ പേടിക്കുന്നതിൽ നിന്നും മാറി വെറൈറ്റി ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് ലാലേട്ടൻ ഇടുന്നത്. അത് അദ്ദേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അഭിനയത്തിൽ അത്തരത്തിലുള്ള അൺപ്രഡിക്റ്റബിലിറ്റിയാണ് ഓരോ നടനെയും വ്യത്യസ്തമാക്കുന്നത് എന്ന് വെങ്കടേഷ് പറയുകയുണ്ടായി. പിന്നീടാണ് ഓരോ പ്രേക്ഷകരും വീണ്ടും വീണ്ടും ആ കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ മോഹൻലാലിന്റെ ആ ഒരു ബ്രില്യൻ പെർഫോമൻസ് ഒന്ന് റീവിസിറ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ പണ്ട് മുതലേ നമ്മൾ ഈ ഒരു സീനെ കുറിച്ച് വലിയ രീതിയിൽ പ്രശംസിക്കാറുണ്ടായിരുന്നു. മോഹൻലാലിന്റെ ഈ സീനിലെ എക്സ്പ്രഷൻസ് വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ആസ്വദിക്കപ്പെട്ട ഒന്നാണ്. പിന്നെ വെങ്കടേഷിന്റെ വാക്കുകൾ കൂടി എത്തിയപ്പോൾ വീണ്ടും ഒന്ന് കാണാൻ പോയി. കിങ്ഡം ഷൂട്ടിങ്ങിനിടെ നടൻ ബാബുരാജുമൊത്തുള്ള ഷൂട്ടിംഗ് വിശേഷങ്ങളും വെങ്കടേഷ് പങ്കുവെക്കുകയുണ്ടായി. തന്റെ അച്ഛനായാണ് ബാബുരാജ് വേഷമിട്ടതെന്നും ഓരോ തവണ അദ്ദേഹം സെറ്റിലെത്തുമ്പോഴും താൻ നോക്കിയിരിക്കുമായിരുന്നു എന്നും താരം പറഞ്ഞു. ഓരോ തവണ സംസാരിക്കും തോറും ബാബുരാജിനോട് തനിക്ക് ഇഷ്ടം തോന്നിയെന്നും നല്ല വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെതെന്നും വെങ്കടേഷ് പറയുകയുണ്ടായി. ഇതൊരു ഭാഗത്ത് നമ്മൾ കേട്ട് അത്ഭുതപ്പെട്ടപ്പോൾ മറ്റൊരിടത്ത് ഒരു കാഴ്ച കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. മലയാളത്തിന്റെ സ്വന്തം പാൻ ഇന്ത്യൻ ഹീറോ ആയ ദുൽഖർ സൽമാൻ ഒരു വ്യത്യസ്ത വേഷത്തിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. മലയാളത്തിന് പുറമെ ഭാഗമായ എല്ലാ ഇൻഡസ്ട്രിയിലും മികച്ച വിജയം സ്വന്തമാക്കാൻ ദുൽഖറിന് സാധിച്ചിട്ടുണ്ട്. മലയാളത്തിന് മുമ്പ് തെലുങ്കിൽ കരിയറിൽ ആദ്യത്തെ 100 കോടി ചിത്രം നേടിയതോടെ താരത്തിന്റെ സ്റ്റാർഡം ഉയരത്തിലെത്തുകയും ചെയ്തു. ദുൽഖറിന്റെ പുതിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രധാന ചർച്ച. പോലീസ് വേഷത്തിൽ മാസ് ബിജിഎമ്മോടെ നടന്നു വരുന്ന ദുൽഖറിന്റെ വീഡിയോ ഇതിനോടകം വൈറലായി കഴിഞ്ഞു. ഇൻസ്പെക്ടർ ബൽറാമായി ദുൽഖർ വേഷമിടുന്ന വീഡിയോയുടെ ടീസറാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് സിനിമയാണോ സീരീസ് ആണോ എന്ന് ആദ്യം എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു. എന്നാൽ പിന്നീടാണ് ഇതൊരു ആപ്പിന്റെ പരസ്യമാണെന്ന് പലർക്കും മനസ്സിലായത്. ജാർ ആപ്പിന്റെ 24K എന്ന വീഡിയോയുടെ ടീസറാണ് പുറത്തു വന്നിരിക്കുന്നത്. ഗോൾഡ് സേവിങ്ങിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ആപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് ദുൽഖർ. ആപ്പിന്റെ പുതിയ പരസ്യം തന്നെ വേറെ ലെവലായിട്ടുണ്ടെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. മാസ് റോളുകൾ ചെയ്യില്ലെന്ന് പലരും വിമർശിക്കുമെങ്കിലും വെറും സെക്കൻഡുകൾ മാത്രമുള്ള ടീസറിൽ അപാര സ്ക്രീൻ പ്രസൻസ് ആണ് ദുൽഖറിനുള്ളത് എന്ന് പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടെത്തി. വീഡിയോയിൽ താരം വലിയ രീതിയിൽ സ്കോർ ചെയ്യുമെന്ന് തന്നെയാണ് ആരാധകർ കരുതുന്നത്. എന്നാലും പ്രേക്ഷകർ പറയുന്നുണ്ട് ഈ സൈസ് എടുക്കാത്തതാണല്ലോ എന്നത്. എന്നാൽ പിന്നീട് പ്രേക്ഷകർ പറഞ്ഞു ഇങ്ങനത്തെ സാധനങ്ങളും കൂടി എടുക്കണമെന്ന്. നിലവിൽ 3 സിനിമകളുടെ തിരക്കിലാണ് ദുൽഖർ. തമിഴിലും തെലുങ്കിലുമായി ഒരുങ്ങുന്ന കാന്ത, തെലുങ്ക് ചിത്രം ആകാംക്ഷംലോ ഒക്കത്താര, മലയാള ചിത്രം ഐ ആം ഗെയിം എന്നിവയാണ് താരത്തിന്റെ അപ്കമിംഗ് പ്രോജക്റ്റുകൾ. താരത്തിന്റെ കരിയറിലെ നാഴികക്കല്ലാകാൻ സാധ്യതയുള്ള ചിത്രങ്ങളാണ് ഇവയെല്ലാം. താരത്തിന്റെ പിറന്നാൾ ദിനത്തിൽ പുറത്തുവിട്ട കാന്തയുടെ ടീസറിന് വൻ വരവേൽപ്പായിരുന്നു ലഭിച്ചത്. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖർ ഭാഗമാകുന്ന മലയാള ചിത്രം ഐ ആം ഗെയിം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ദുൽഖർ ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്തിട്ടില്ല. ആ ജോയിൻ ചെയ്യലിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരും.